SSLC എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന കുട്ടികൾക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ സിംഗിൾ വിൻഡോ സിസ്റ്റം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ ആണ് ഈ സെഷനിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ലിങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് പ്രവേശന യോഗ്യതയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതിൽ SSLC ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ CBSE, THSLC പോലത്തെ മറ്റു തരം 10ാം ക്ലാസ്സിനോട് തുല്യമായിട്ട് ഉള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അത് കഴിഞ്ഞ് ആർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടാൽ മനസ്സിലാകും, ആപ്ലിക്കേഷൻ പൂർണ്ണമായും ഓൺലൈനാണ്, അപ്ലൈ ത്രൂ ഓൺലൈനാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. വിശദമായിട്ട് വായിക്കേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് പ്രോസ്പെക്ടസ് മുഴുവൻ വായിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലേക്കും അൺഎയ്ഡഡ് സ്കൂളിലേക്കൊക്കെയുള്ള പ്രവേശനം എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, ഏതൊക്കെ പേഴ്സൻറ്റേജിലാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, എന്താണ് മാർക്കിൻ്റെ മാനദണ്ഡം, ഡിഫറെൻറ്റ് കോട്ടയിലുള്ള പേഴ്സൻറ്റേജ് എങ്ങനെയാണ്, അതൊക്കെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളുകൾ എങ്ങനെ കുട്ടികളെ സഹായിക്കണം, മറ്റ് ഹെൽപ്പ് ഡെസ്കുകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട രീതിയോ അപേക്ഷിക്കേണ്ട പ്രോസസ്സിൻ്റെ രീതിയോ മാത്രമല്ല, എങ്ങനെയായിരിക്കും അതിൻ്റെ മാർക്കും റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് മറ്റ് അലോട്ട്മെൻറ്റ് പ്രക്രിയകളൊക്കെ എങ്ങനെയായിരിക്കും, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രവേശന രീതി, സ്ഥിര പ്രവേശനം, താൽക്കാലിക പ്രവേശനം, അതായത് ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷവും അതിനെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എന്തൊക്കെ തരത്തിലുള്ള അപ്ഡേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്, തൽക്കാലത്തേക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആദ്യം കിട്ടിയ സ്കൂളുകളിൽ നിങ്ങൾക്ക് ചേരണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള അഡ്മിഷൻ എങ്ങനെ എടുക്കാം, പിന്നെ വെയിറ്റേജുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതായത് സാധാരണഗതിയിലുള്ള കമ്മ്യൂണിറ്റി വെയിറ്റേജ് കൂടാതെ സ്പോർട്സ്, ആർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ തരം വെയിറ്റേജുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഒക്കെയും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഗ്രേഡിന് കണക്കായിട്ട് എങ്ങനെയാണ് പോയിൻറ്റ്സ് വരുന്നത് എന്നും എങ്ങനെയാണ് WGPA എന്ന് പറയുന്ന ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോട്ടീസ് ചെയ്യേണ്ട സെഷനാണ് ഈ സെഷൻ. അതായത് +1ൻ്റെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ പേരായിട്ടല്ല കോഡായിട്ടാണ് കൊടുക്കാനുണ്ടാവുക. അപ്പം അത് ഏത് കോഡ് കൊടുക്കണം എന്നുള്ളത് ഓരോ സബ്ജക്റ്റിന്, അതായത് സയൻസിന് എങ്ങനെയാണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്ന സോഷ്യൽ സയൻസ് ഗ്രൂപ്പിന് എങ്ങനെയാണ്, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പിന് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫീസുകൾ, അതായത് നിങ്ങൾ ലാബ് അടക്കമുള്ള സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ, അതല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള കൃത്യമായിട്ടുള്ള ഫീസുകളും സ്ട്രക്ചേഴ്സും ഒക്കെയും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് June 3 എൻഡ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എപ്പോഴാണ് ടെൻഡേറ്റീവായിട്ടാണെങ്കിൽ പോലും ഈ ഡേറ്റുകൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡേറ്റ് ഒഴിച്ച് ബാക്കി അഡ്മിഷൻ്റെ ഡേറ്റ്, അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്കെ അവർക്ക് മാറ്റാനുള്ള അധികാരം ഉണ്ടെങ്കിൽ പോലും ഏതാണ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ആയിട്ട് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവിധ ഡേറ്റുകളും ഇവിടെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോസ്പെക്ടസിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഏത് ഏരിയ ആണ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ലൈൻ ബൈ ലൈനായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടൊന്നും ഇല്ല. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടുന്നവർ പ്രോസ്പെക്ടസ് വീഡിയോയും ഒന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ കൂടുതൽ ക്ലാരിഫിക്കേഷനിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നവർ അല്ലെങ്കിൽ പാരൻസ് ആയാലും സ്വന്തം ലാപ്ടോപ്പ് ഉപയോഗിച്ച് അക്ഷയ വഴിയോ അല്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കായാലും, ഇനി അല്ല അക്ഷയയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടായാലും എന്തൊക്കെയാണ് വേണ്ടുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ള ഒരു യൂസർ മാനുവൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അഡ്മിഷൻ ടീം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ലോഗിൻ സെഷനായിട്ട് കൊടുക്കേണ്ടത്, നമ്പർ കൊടുക്കുമ്പോൾ OTP വരുന്ന വിധത്തിലുള്ള അവരുടേതായ നമ്പർ തന്നെ കൊടുക്കണമെന്നും, അതായത് പാരൻസിൻ്റെയോ കുട്ടീൻ്റെയോ അങ്ങനെയൊക്കെയുള്ള നമ്പർ കൊടുക്കണമെന്നും, പിന്നെ ഈ അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യത്തിലേക്ക് കൊടുക്കുന്ന അപേക്ഷേൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജ് എന്താണെന്നും ഇവിടെ വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലോഗിൻ, ട്രയൽ അലോട്ട്മെൻറ്റ്, അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറീസ് എന്തൊക്കെയാണ്, അഡീഷണൽ ഗ്രേസ് മാർക്കിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ മുതൽ ലോഗിൻ പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു പേജ്, അത് കഴിഞ്ഞിട്ടാകുമ്പം ലോഗിൻ പേജ്,
അതും ലോഗിൻ പേജിൻ്റെ സ്ക്രീൻഷോട്ട് പോലെ തന്നെ ഒരു പിക്ചർ അടക്കം കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. അതുകൂടാതെ സ്കീം കോഡ്, അതായത് SSLC കുട്ടികളാണോ നിങ്ങൾ CBSE കുട്ടികളാണോ എന്നൊക്കെയുള്ള കോഡുകൾ, ആ കോഡ് കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ അപ്പുറം അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുകയോ വേണ്ടോ. അത് കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷനുള്ള പേജാണ് ഉണ്ടാവുക. ഇതൊക്കെയും ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ OTP തന്നെ കൺഫേം ചെയ്യാനുള്ളൊരു പേജ് കൂടി ഉണ്ടാവും. ആ കൺഫർമേഷൻ പേജിലാണ് OTP വെരിഫൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സബ്മിറ്റ് OTP ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ സ്ക്രീൻ. ആ ഒരു പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അത് പാസ്വേഡ് കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ആ പാസ്വേഡാണ് പിന്നീട് നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ആ ഒരു ഗ്രീൻ കളറിൽ ഒരു അഡീഷണൽ ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും, നിങ്ങൾ സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങളുടെ ആ ലോഗിൻ ID-യും അഥവാ യൂസർ ID-യും പാസ്വേഡും വെച്ചിട്ട് പുതിയ വിൻഡോയിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് കൂടി ഈ ഒരു യൂസർ മാനുവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റാസൊക്കെയും. അപ്പോൾ അതിൻ്റെ ആദ്യം കൊടുക്കേണ്ടത് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ SSLC എക്സാമിനേഷൻ്റെ ബേസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അതും SSLC കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, CBSE കുട്ടികൾക്ക് അല്ലെങ്കിൽ ICSE കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡീറ്റെയിൽസാണ് ചേർക്കേണ്ടത്, ഏതൊക്കെ കോളംസാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഓരോ സ്കീമിന് കണക്കായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് സബ്ജക്റ്റിലേക്കുള്ളത് എന്നതൊക്കെ പിക്ചറൈസ്ഡ് ആയിട്ട് ഈ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മുതൽ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സിൻ്റെത്, പിന്നെ NCC കൈറ്റ്സ് അതുപോലെയുള്ള മറ്റ് മെമ്പർഷിപ്പുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് ആണോ യൂത്ത് ഫെസ്റ്റിവൽ ആണോ അതല്ല രണ്ടും കൂടി ഉണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, പിന്നെ LSS ഉണ്ട്, USS ഉണ്ട്, പിന്നെ ഈ ശാസ്ത്രമേളകൾ, മാത്സ് ഫെയർ, സയൻസ് ഫെയർ, വർക്ക് എക്സ്പീരിയൻസ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫെയർസ് ഉണ്ടാവുമല്ലോ, അതിലെന്തെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ, അതിൻ്റെ ലെവൽ എത്രയാ, ഗ്രേഡ് എത്രയാന്നൊക്കെ കാണിക്കേണ്ട ഒരു കോളം ഉണ്ട്. അത് കഴിഞ്ഞാലാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രേഡ്, ഓരോ സബ്ജക്റ്റിനും വരുന്ന ഗ്രേഡ് ചേർത്ത് കൊടുക്കേണ്ട കോളം വരുന്നത്. അതിൽ തന്നെ ഓരോ സ്കീമുകാർക്കും ഓരോ തരത്തിലുള്ള കോളം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. അത് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സ്കീമിൻ്റെയും ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റും. അത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് സ്കീമിലാണ് പഠിച്ചത് അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് നോക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനൊക്കെ പറ്റും. അതുമാത്രമല്ല ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ ഡാറ്റാസൊക്കെ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഗ്രേഡ് പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകേണ്ട ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടും. ആ വിൻഡോയിലാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങളൊരു സ്കൂൾ കോഡ്, നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റിൻ്റെ കോഡ് ഒക്കെ ചേർത്തിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് വെക്കേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 30 കോളം അല്ലെങ്കിൽ 20 കോളം എത്ര കോളാണോ നിങ്ങൾക്ക് തന്നത് അത് മുഴുവൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ പലരും ചിന്തിക്കുന്നതാണ്, ഓക്കെ നല്ല മാർക്കുള്ളവരുമായിരിക്കും എങ്ങനെയാലും കിട്ടുമായിരിക്കും, അധികം മാർക്ക് ഇല്ലാത്തവരുമായിരിക്കും ഏതെങ്കിലുമൊക്കെ കുറച്ച് സാധ്യതയുള്ള കുറച്ച് സ്കൂളുകൾ വെക്കാം. അങ്ങനെ പല ചിന്താഗതികൾ കൊണ്ട് 30 ഓപ്ഷനില്ലേ 5 ഓപ്ഷൻ 10 ഓപ്ഷൻ അതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ച് അവിടെ ബ്ലാങ്ക് സ്പേസ് വിടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ആടെ ഒരു സ്പേസ് ഉള്ള സ്ഥിതിക്ക് അത് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല. പക്ഷേ എങ്ങാനും എന്തെങ്കിലും മിസ്സിങ് വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ആ ചെറിയൊരു നെഗ്ലിജൻസ് കാരണം നമുക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്, എന്തിന് ഗവൺമെൻറ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ഓപ്ഷൻസും അതിന് തക്കതായ രീതിയിലുള്ള കോഡുകളും സെലക്ട് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സോ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ വിശദവിവരങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഒക്കെ നോക്കി, അതായത് നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന സെക്ഷനൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ PDF ഫയൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വായിച്ചാലും മതി. ഏതായാലും പ്രോസ്പെക്ടസ് നോക്കി കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ +1 സീറ്റ് ഉറപ്പിക്കുക. ഓൾ ദി ബെസ്റ്റ്.